എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല മഴയുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത് ഒരു ചക്ക പായസമാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും ബെസ്റ്റായിട്ട് ഡെസേർട്ട്സ് ഉണ്ടാക്കുന്ന ഒരാൾ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ വോയിസിൽ ഉത്തരം പറയും അത് അച്ഛനാണെന്നുള്ളത്. ഷേക്സ് ആണെന്നുണ്ടെങ്കിലും പായസമാണെന്നുണ്ടെങ്കിലും ഐസ്ക്രീംസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുന്നത് അച്ഛൻ തന്നെയാണ്. എൻ്റെ സ്കൂൾ ടൈമിംഗ് എന്ന് പറയുന്നത് വളരെ വിയേർഡ് ആയിട്ടുള്ളൊരു ടൈമിംഗ് ആയിരുന്നു. ഭയങ്കര ഏർലി ആയിട്ടുള്ളൊരു ടൈമിംഗ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അമ്മ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുന്നതാണ് എന്നെ സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് അമ്മൂമ്മ ഉണ്ടാവും. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ പേഴ്സണും ഉണ്ട്, എൻ്റെ അച്ചാച്ചൻ. അച്ചാച്ചൻ്റെ 90s ആണെന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾ എല്ലാവരും അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാച്ചൻ ഓടി വന്നൊരു ചോദ്യം ചോദിക്കും. എന്നെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടോ അരിയാൻ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്ക്, ഞാൻ അരിഞ്ഞു തരാം എന്ന് പറയും. അച്ചാച്ചൻ സ്വന്തമായിട്ട് എല്ലാ ജോലിയും ചെയ്യാനും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് കോഴ്സിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും വളരെ ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയായിരുന്നു. അതേപോലെ ഞാൻ എൻ്റെ കണ്ണ് ചുറ്റിലും എൻ്റെ വീടിൻ്റെ ചുറ്റിലും ഒന്ന് ഓട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് ആണാണെങ്കിലും പെണ്ണാണെന്നെങ്കിലും ദേ ആർ ഈക്വലി ഇൻവോൾവ് ഇൻ മുറ്റം അടിച്ചു വാരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വെള്ളം കോരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും കുക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അവരൊക്കെ ഈക്വലി ഇൻവോൾവ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഫോർ മീ ദാറ്റ് വാസ് പ്രിറ്റി മച്ച് നോർമലൈസ്ഡ്. അതായത് രണ്ട് ജെൻഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഒരു ജോലി ഒരു വ്യക്തി മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നില്ല. ആൻഡ് അവരത് എൻജോയ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഞങ്ങൾക്ക് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. സോ കുക്കിംഗ്, ക്ലീനിങ് അങ്ങനെയുള്ള എന്ത് പണിയാണെന്നുണ്ടെങ്കിലും ഞങ്ങളത് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ ദാറ്റ് ആ ഒരു സമയം നമുക്ക് ക്വാളിറ്റി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഈ കമ്മ്യൂണിറ്റി ഇതിനെപ്പറ്റി പല അസംഷൻസും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഞാൻ പുള്ളിയെ പീഡിപ്പിച്ച് പണിയെടുപ്പിക്കുകയാണെന്നും ഞാൻ കാല് കയറ്റി വെച്ച് ഞാൻ അവിടെ പഠിക്കുകയാണ്, പുള്ളി അവിടെ കഷ്ടപ്പെട്ട് എല്ലാ ജോലിയും ചെയ്യുകയാണ് എന്നുള്ള രീതിയിലുള്ള അസംഷൻസ്. അതിനുശേഷം ഇതുപോലെ ഒരു ഇവൻറ്റും ഉണ്ടായി. നമ്മളുടെ പാലക്കാട് വീട്ടിലൊരു എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കിച്ചണിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചധികം വേറെ സ്ത്രീകളും അവിടെയുണ്ട്. ഒരു അമ്മൂമ്മ അവിടെ നിന്നിട്ട് പറയാണ്, എന്താണ്ടാ ഉണ്ണിയെന്ന് എനിക്ക് ഈ അടുക്കളയിൽ പെണ്ണുങ്ങളുടെ ഇടയിൽ കാര്യം എന്ന്. ഉണ്ണിയാണെന്നുണ്ടെങ്കിൽ ഒരു റിപ്ലൈയും അങ്ങ് കൊടുത്തു. അതായത് അമ്മൂമ്മ ഇവിടെ ഇവളെ എനിക്ക് ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ആൻഡ് അടുക്കള എന്ന് പറയുന്നത് പെണ്ണുങ്ങളുടെ മാത്രം ഒരു കുത്തകയല്ലല്ലോ, ഇവിടെ ഞാനും കയറും എന്ന്. സോ ഇതൊക്കെ ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ചില ചിന്താഗതികളാണ്. ഇതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റുമോ പറ്റില്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ വി ആർ ട്രൈയിങ് ടു സെറ്റ് സ്റ്റാൻഡേർഡ് നമ്മളുടെ ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട്. അതായത് വീട്ടിലത്തെ എല്ലാ ജോലികളും നമ്മൾ പഠിച്ചിരിക്കും. അതായത് വീട്ടിൽ കുക്കിംഗ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, സ്വന്തം പാത്രം കഴുകുന്നതായിക്കോട്ടെ, അത് ബോയ് ആണെന്നുണ്ടെങ്കിൽ ഗേൾ ആണെന്നുണ്ടെങ്കിലും ചെയ്തിരിക്കും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ടാകും. അതേപോലെ തന്നെ വി ആർ നോട്ട് ഹെൽപ്പിങ് ഈച്ച് അതർ. അതായത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്യുകയോ ഞാൻ ആ പുള്ളീനെ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്യുന്നില്ല. വി ആർ ജസ്റ്റ് ലിവിങ് ടുഗെദർ എന്നുള്ള ഒരു മെസ്സേജ് ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ നെക്സ്റ്റ് ജനറേഷനിൽ പാസ് ഓൺ ചെയ്യും. ആൻഡ് ഈ ഒരു ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മൾ നെക്സ്റ്റ് ജനറേഷന് പാസ് ഓൺ ചെയ്യില്ല. പാല് ചേർത്ത് ഇളകി റെഡിയായി തിളക്കുമ്പോൾ രണ്ടാം പാൽ ഇടണം. ഇത് മൂന്നാം പാലിൽ കിടന്നിപ്പോൾ നല്ല മിക്സായി അത് പതച്ച് നല്ല കുറുകി വരുന്നുണ്ട്. ഇതിലേക്ക് രണ്ടാം പാല് ചേർക്കുകയാണ്. ഫുള്ളായി ഒഴിച്ചു രണ്ടാം പാല് മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റേജിലുള്ളത്. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ചൊരു ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത ചുക്കും ഏലക്കായും ചേർക്കുന്നുണ്ട്. ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കയ്യിലൊക്കെ തെറിക്കും. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കും. ഏകദേശം പാകായി തീർച്ചയായിട്ടും ഒന്നാം പാല് ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ. ഇനി സെറ്റായി. അധികം പതക്കാൻ വെക്കാണ്ട് നമുക്കിത് ഓഫ് ചെയ്യാം.
ചേർക്കാം. വലിയൊരു സ്പൂണ് നെയ്യ്. നെയ്യുമില്ലേ? അണ്ടിപ്പരിപ്പ് ആദ്യമായിട്ട് മൂപ്പിച്ചെടുക്കണം.